27 വേൾഡ് ഓക്യുപേഷണൽ തെറാപ്പി ഡേ ആണ്. സോ ഇന്ന് നമുക്ക് എന്താണ് ഓക്യുപേഷൻ തെറാപ്പി എന്നും എന്താണ് പീഡിയാട്രിക് ഓക്യുപേഷണൽ തെറാപ്പി എന്നും നോക്കാം. ഓക്യുപേഷൻ തെറാപ്പി എന്ന ടൈമിൽ ഓക്യുപ്പേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ എങ്ങനെയാണ് ടൈം ഓക്യുപ്പൈ ചെയ്യുന്നത്, അത് ഒരു പർപ്പസ്ഫുള്ളിയോ മീനിങ് ഫുള്ളിയോ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഓക്യുപ്പേഷനായിട്ട് കൺസിഡർ ചെയ്യും. അതായത് നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഹൈജീനോടനുബന്ധിച്ച കാര്യങ്ങളാകാം, നമ്മുടെ ലീഷർ ആകാം, നമ്മുടെ വർക്ക് ആകാം, കുട്ടികൾക്കാണെങ്കിൽ പ്ലേ ആകാം, തിരിച്ച് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്ലീപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഓക്യുപ്പേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു പീഡിയാട്രിക് സെറ്റപ്പിൽ എന്താണ് ഒരു ഒക്ടിയുടെ റോള്, അല്ലെങ്കിൽ പീഡിയാട്രിക് കാറ്റഗറിയിൽ ഒരു ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിന് എങ്ങനെയാണ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കുട്ടികൾക്ക് അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ അവിടെയാണ് നമുക്കൊരു ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം. അതായത് കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ അവർക്ക് ബ്രഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അവരുടെ ടോയ്ലറ്റിംഗ് പ്രോപ്പർ അല്ല, അവരുടെ ഏജിനനുസരിച്ച് പ്രോപ്പർ ടോയ്ലറ്റിംഗ് ഇൻഡിക്കേഷൻ അവർക്കില്ല എങ്കിൽ, അതുപോലെ തന്നെ അവർ സ്കൂളിൽ പോയാൽ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ നന്നായിട്ടില്ല, മറ്റ് കുട്ടികളുമായിട്ട് പിയർ ഗ്രൂപ്പായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല എങ്കിൽ, അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അവരുടെ ലീഷർ ടൈം അവർ പർപ്പസ്ഫുള്ളി നന്നായിട്ട് എൻഗേജ് ചെയ്യുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഓക്യുപ്പേഷൻ തെറാപ്പിയുടെ സഹായം. പീഡിയാട്രിക് കാറ്റഗറിയിൽ മേജർ ഓക്യുപ്പേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കുട്ടികളുടെ പ്ലേ ആണ്. ഈവൻ കുട്ടികളുടെ പ്ലേ അവരുടെ ഏജ് അനുസരിച്ച് അവർക്ക് ആ ഒരു പ്ലേ ഇല്ല എങ്കിൽ തന്നെ അവിടെ ഒരു അബ്നോർമാലിറ്റി നമ്മൾ കാണുകയും അതിനെ കൺസിഡർ ചെയ്യുകയും കുട്ടികളുടെ ഏജ് അപ്രോപ്രിയേറ്റ് പ്ലേ വരുത്താൻ വേണ്ടി ഒരു OT പ്രവർത്തിക്കുകയും ചെയ്യും. ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ പീഡിയാട്രിക് ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതെന്ന് നോക്കാം. ASD അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അതല്ല എങ്കിൽ ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, സെറിബ്രൽ പാൾസി, ബ്രേക്കിയൽ പ്ലെക്സിസ് ഇഞ്ചുറി, സീഷറോ എപ്പിലെപ്സിയോ ഉള്ള കുട്ടികൾക്കെല്ലാം ഒരു ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. ഒരു ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികളെ സഹായിക്കുന്നതെന്ന് നോക്കാം. ബേസിക്കലി അവരുടെ ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും ഇംപ്രൂവ് ചെയ്യാനും, അവരുടെ സോഷ്യൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഒരു ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിന് സാധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ വിഷ്വൽ പെർസെപ്ച്വൽ സ്കിൽസ്, ഓറോമോട്ടോർ സ്കിൽസ്, അവരുടെ സെൽഫ് കെയർ സ്കിൽസ്, അവരുടെ പ്ലേ സ്കിൽസ്, അതല്ലെങ്കിൽ അവർക്കൊരു മോട്ടോർ പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് വരുത്താനായിട്ട് ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റിന് സാധിക്കും. ഓക്യുപ്പേഷണൽ തെറാപ്പിയെക്കുറിച്ചോ മറ്റേതെങ്കിലും തെറാപ്പിയെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.